പുരാവസ്തു തട്ടിപ്പ് കേസ് പ്രതി മോൻസൺ മാവുങ്കലിന്റെ വീട്ടിലെ മോഷണ പരാതി വ്യാജമെന്ന സംശയത്തിലാണിപ്പോൾ പോലീസ്. വാടക വീട് ഒഴിയുന്നത് നീട്ടാനുള്ള മോൻസന്റെ ഒരു തന്ത്രമാണോ ഇതെന്ന് പോലീസ് സംശയിക്കുന്നുണ്ട്. കഴിഞ്ഞ വർഷവും മോൻസൺ മോഷണ പരാതി നൽകിയിരുന്നു. എന്നാൽ ഇത് വ്യാജമാണെന്ന് പോലീസ് കണ്ടെത്തിയിരുന്നു. വിഷ്ണു സുരേഷാണ് കൂടുതൽ വിശദാംശങ്ങളുമായി ചേരുന്നത് കൊച്ചിയിൽ നിന്ന്. വിഷ്ണു, ഗുഡ് മോർണിംഗ്. അങ്ങനെ അംശവടി, പിന്നീട് ശ്രീകൃഷ്ണൻ വെണ്ണ കടഞ്ഞ കുടം, ഇതൊക്കെ ഉൾപ്പെടെ ഒരുപാട് സാധനങ്ങൾ സൂക്ഷിച്ചിരുന്ന വീടാണത്. അപ്പോൾ ആ വീട്ടിൽ നിന്ന് വീണ്ടും മോഷണം പോവുക എന്നൊക്കെ പറയുന്നത് എങ്ങനെയാണ് ഇതിനെ പോലീസ് കാണുന്നത്? ഗുഡ് മോർണിംഗ്. മോൻസൺ തന്നെ അവകാശപ്പെടുന്നത് ലോകത്തിലെ ആദ്യത്തെ ബൈബിൾ, ആദ്യത്തെ ഖുറാൻ, അതോടൊപ്പം തന്നെ ശ്രീകൃഷ്ണൻ വെണ്ണ കടഞ്ഞ കുടം, ഇതെല്ലാം ഈ വീട്ടിലാണ് സൂക്ഷിച്ചിരുന്നത്. ഈ വീട്ടിലേക്ക് ആളുകൾ ഇത് കാണാൻ വേണ്ടി എത്തിയിരുന്നു എന്നുള്ളതൊക്കെയായിരുന്നു മോൻസന്റെ അവകാശം. പിന്നീട് അതുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകളും കേസുകളൊക്കെ നമ്മൾ കണ്ടതാണ്. നിലവിൽ മോൻസൺ പോക്സോ കേസുമായി ബന്ധപ്പെട്ട് ജയിലിനകത്താണ്. ഈ ഘട്ടത്തിലാണ് ഈ വീടിനകത്തുള്ള വസ്തുക്കൾ മാറ്റാൻ തനിക്ക് വേണം എന്നാവശ്യപ്പെട്ട് കോടതിയെ സമീപിച്ചത്. കോടതി അതിന് അനുമതി നൽകുകയും ചെയ്തു. അതിൽ പ്രകാരമാണ് ഇന്നലെ മോൻസൺ ഈ വീട്ടിലെത്തി ഈ കാര്യങ്ങൾ തിട്ടപ്പെടുത്തുന്നതിന് വേണ്ടി എത്തിയതാണ്. അപ്പോൾ ഇവിടെ ഒരു മോഷണം നടന്നിട്ടുണ്ട് എന്നൊരു വിലയിരുത്തൽ മോൻസൺ എത്തുകയും പിന്നീട് പോലീസിനെ സമീപിക്കുകയും ചെയ്തത്. പക്ഷേ പോലീസ് ഇതുമായി ബന്ധപ്പെട്ട് പറയുന്നതനുസരിച്ച് ഇവിടെ ഒരു മോഷണം നടന്നതിന്റെ ഒരു സ്വഭാവം മനസ്സിലാക്കാൻ പറ്റുന്നില്ല. ഇത് ഒരു വ്യാജ പരാതിയാണോ എന്നൊരു സംശയം പോലീസിന് ഉണ്ട്. അത് സ്ഥിരീകരിച്ചിട്ടില്ല, എന്നാൽ ഇപ്പോൾ ഒരു സംശയമുണ്ട്. അതിന് പ്രധാനപ്പെട്ട കാരണം കഴിഞ്ഞ വർഷവും സമാനമായ രീതിയിൽ ഈ വീട്ടിൽ മോഷണം നടന്നു എന്ന് ചൂണ്ടിക്കാണിച്ച് ഒരു പരാതി വരികയും അതിൽ കേസ് രജിസ്റ്റർ ചെയ്യുകയും അതിൽ അന്വേഷണം നടത്തുകയും ചെയ്തിരുന്നു. പക്ഷേ അതൊരു മോഷണമല്ല എന്ന, അതൊരു വ്യാജ പരാതിയായിരുന്നു എന്ന് പോലീസ് കണ്ടെത്തിയിരുന്നു. ആ സംശയം തന്നെയാണ് ഇപ്പോഴും നിലനിൽക്കുന്നത്. എന്തായാലും പോലീസ് വിശദമായ ഒരു അന്വേഷണം നടത്തും. അതിനുശേഷം മാത്രമേ ഒരു കോൺക്രീറ്റ് ആയ കൺക്ലൂഷനിലേക്ക് എത്തൂ എന്നാണ് ലഭ്യമാകുന്ന വിവരം. ഇന്നലെ ഒരു ദിവസത്തേക്ക് വേണ്ടിയാണ് മോൻസൺ പരോളിൽ ഇറങ്ങിയത്. അതിനുശേഷം മോൻസനെ വിയ്യൂരിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. മോൻസൺ ഇതുമായി ബന്ധപ്പെട്ട് വിയ്യൂർ ജയിൽ സൂപ്രണ്ടിന് പരാതി നൽകും. ആ പരാതി പിന്നീട് കൊച്ചി സിറ്റി പോലീസിലേക്ക് കൈമാറും. പിന്നീടായിരിക്കും ഒരു പ്രാഥമിക അന്വേഷണം നടത്തുക എന്നാണ് ലഭ്യമാകുന്ന വിവരം. മോൻസന്റെ കലൂരിൽ മോൻസൺ വാടകയ്ക്ക് താമസിച്ചിരുന്ന വീടാണ്. മാർച്ചിൽ വീട് ഒഴിയണമെന്ന് വീട്ടുടമ നേരത്തെ പറഞ്ഞിരുന്നു. അങ്ങനെ വീട്ടുടമയും മോൻസൺ തമ്മിൽ ചില തർക്കങ്ങൾ നിലനിൽക്കുന്നുണ്ട്. ഒരുപക്ഷെ വീട് ഒഴിയാതിരിക്കാൻ വേണ്ടിയുള്ള ഒരു തന്ത്രമാണോ ഇത് എന്നും പോലീസ് സംശയിക്കുന്നുണ്ട്. പ്രവിത, ഇതൊരു പ്ലാൻഡ് ഓപ്പറേഷൻ ആണോ, ഇതിന്റെ പിന്നിലൊരു സ്ക്രിപ്റ്റ് ഉണ്ടോ എന്നൊക്കെയാണ് പോലീസിന്റെ ഒരു സംശയം. അപ്പൊ സംശയിക്കാൻ ആധാരമായ ചില സാഹചര്യങ്ങളും പോലീസിനുണ്ട്. എന്തായാലും ഇത് കണ്ടുപിടിക്കട്ടെ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.